ഹലോ ഡിയേഴ്സ്. ഇപ്പം നിലവിൽ ഓഡിറ്റ് കോഴ്സ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. അതിലൊന്നാണ് എങ്ങനെയാണ് ഓഡിറ്റ് കോഴ്സ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നാണ്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പറയാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു ഓഡിറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് പലർക്കും പല രീതിയിലുള്ള ഡൗട്ടുകളുണ്ട്. ആ കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ പോകുന്നുണ്ട്. ആദ്യം എങ്ങനെയാണ് ഓഡിറ്റ് കോഴ്സ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഈ വീഡിയോൻ്റെ അവസാനമാണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇനി ഓഡിറ്റ് കോഴ്സ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ജസ്റ്റ് ഗൂഗിളിൽ എസ് ഡിയുടെ സൈറ്റ് എൻ്റർ ചെയ്യുക. SDUOC എന്ന് അടിച്ചാൽ മതി. SDE കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നോ അല്ലെങ്കിൽ SDE.UOC.in എന്ന് അടിക്കുക. അതിൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും, ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും അപ്പോൾ അവിടെ വരുന്നത്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ SDEയുടെ സൈറ്റാണ് അവിടെ വരിക. അപ്പോൾ അവിടെ UG ഓഡിറ്റ് കോഴ്സ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ കാണാം. അതായത് ഓരോ ഇയർ അനുസരിച്ച് അത് മാറും. ഇപ്പോൾ 2024 അതുകൊണ്ട് UG ഓഡിറ്റ് കോഴ്സ് 2024 നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം ഡേറ്റും സമയമുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങളുടെ എക്സാം ഡേറ്റും ടൈമും ഉള്ളത് ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. യൂസർ നെയിമും പാസ്വേഡും അടിക്കാനുള്ള. അതിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ആണ് നിങ്ങൾ അടിക്കേണ്ടത്. യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്. പാസ്വേഡ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അത് ഡേറ്റ്, മന്ത്, ഇയർ ഫോർമാറ്റിലാണ് അത് നിങ്ങൾ അടിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ജനുവരി 1 2000 ആണെങ്കിൽ 01.01.2000 എന്നുള്ള രീതിയിലാണ് അടിക്കേണ്ടത്. അതായത് 0 ഉള്ളിടത്ത് 0 തന്നെ കൊടുക്കുക. പിന്നീട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ശേഷം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് ഫൈൻഡ് ദ കോഴ്സ് എന്നുള്ളത് നിൽക്കുക. ക്ലിക്ക് ഓൺ ദ കോഴ്സ്, ക്ലിക്ക് ഓൺ ദ ടെക്സ്റ്റ് ട്രയൽ എക്സാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രയൽ എക്സാം ആണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റേ എക്സാമിൻ്റെ കാണിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഇതിനപ്പോൾ ഒരു ന്യൂ പേജിലേക്ക് വരും. എക്സാമിനേഷനും സർട്ടിഫിക്കറ്റ് ലിങ്കൊക്കെ അപ്പിയർ ചെയ്യുന്ന രീതിയിലുള്ള കാണിക്കുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു ലിങ്ക് പേജിലേക്ക് വരും. ക്ലിക്ക് എക്സാമിനേഷൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. ട്രയൽ എക്സാമിനേഷൻ എന്നാണെങ്കിൽ ട്രയൽ എക്സാമിനേഷൻ എന്നാവും, അല്ലെങ്കിൽ എക്സാമിനേഷൻ എന്നാവും. അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഒരു പുതിയൊരു പേജിലേക്ക് വരും, എക്സാമുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസും മറ്റൊക്കെ ഉള്ള. എന്നിട്ട് അതിൽ കാണുന്ന അറ്റംപ്റ്റ് ക്യൂസ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ക്യാമറയ്ക്കുള്ള പെർമിഷൻ കൊടുക്കുകയാണ് വേണ്ടത്. അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു ടിക്ക് ബോക്സ് ടിക്ക് ചെയ്യാനുണ്ട്. അത് ഐ അഗ്രി എന്നുള്ള അത് ടിക്ക് ചെയ്യുക. പിന്നീട് അത് മാർക്ക് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. ശേഷം സ്റ്റാർട്ട് ക്യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു പുതിയ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. എന്നിട്ട് അവിടെ സ്റ്റാർട്ട് അറ്റംപ്റ്റ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ അവിടെ കാണിക്കും. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ സെലക്ട് ചെയ്യുക. പിന്നെ ഏറ്റവും മുകളിലായിട്ട് എക്സാമിൻ്റെ സമയം അവിടെ കാണിച്ചിട്ടുണ്ടാവും. അത് നോക്കുക. അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഏതാണോ ആൻസർ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നെക്സ്റ്റ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ് അറ്റംപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക.
എല്ലാതും അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ചെയ്തതിൻ്റെ സമ്മറി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. അതായത് ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളതൊക്കെ. പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടു അറ്റംപ്റ്റ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ക്ലിക്ക് സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി സബ്മിറ്റ് ആവും. ഒരു വട്ടം പാട് അത് കൺഫേം ചെയ്യാനാണ് പറയുന്നത്. സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ്. ശേഷം നിങ്ങളുടെ മാർക്ക് റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങളുടെ മാർക്ക് അവിടെ കാണിക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഇതിൽ 30-ൽ 6 മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ മെനു ബട്ടണിലേക്ക് ഒന്നുകൂടെ പോവുക. മുകളിലുള്ള അത് ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് എക്സാം എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ടു വ്യൂ സർട്ടിഫിക്കറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് പാസ്സായവർക്ക് മാത്രമായിരിക്കും എക്സാം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബാക്ക് ബട്ടൺ നെക്കാൻ പാടുള്ളതല്ല. ബാക്കിലേക്ക് വരരുത്. ഓഡിറ്റ് ക്വിസ് എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊരു ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഓഡിറ്റ് ക്വിസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ടുകൾ പലരും ചോദിക്കുന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ക്യാമറ ഓൺ ആക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ക്യാമറ ഓൺ ആക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ ഓൺ ആക്കണം. പിന്നെ ഈ ഒരു ഓഡിറ്റ് കോഴ്സ് എക്സാം എഴുതൽ നിർബന്ധമാണോ ചോദിക്കുന്നുണ്ട്. ഈ ഒരു എക്സാം എഴുതിയാൽ മാത്രമേ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഡിഗ്രി പാസ്സാവും, പക്ഷെ നിങ്ങൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ ഒരു ഓഡിറ്റ് കോഴ്സ് എക്സാം എഴുതൽ നിർബന്ധമാണ്. അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സാം എഴുതുമ്പോൾ കഴിയുന്നത് നല്ല റേഞ്ചുള്ള ഭാഗത്ത് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഇടയിൽ റേഞ്ച് ഇഷ്യൂ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇതെങ്ങാനും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ സപ്ലി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. സപ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാ ഇനി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അതൊരു നിങ്ങൾ പിന്നീട് അതിൻ്റെ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് നല്ല റേഞ്ചുള്ള നല്ലൊരു സ്ഥലത്തിരുന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചായിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടത്. പിന്നെ നോക്കി എഴുതാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ക്യാമറ ഓൺ ആക്കിയതുകൊണ്ട് അതിനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.